ഹലോ. ഹലോ. അപ്പം നമ്മൾ നോർത്തേൺ അയർലൻഡ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മളെല്ലാവരും കൂടെ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് നല്ലൊരു ഡ്രൈവും കഴിഞ്ഞ് ഒരു 1.5 മണിക്കൂർ ഡ്രൈവ് ആയിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി വില്ലേജ് അല്ലേ, നല്ല രസമാണ് സീനറി ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. നല്ല വില്ലേജ് സൈഡിൽ നോർത്തേൺ അയർലൻഡിൻ്റെ നോർത്ത് കോസ്റ്റിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഇവിടെയാണ് ജയാൻഡ് കോസ്വേ ഉള്ളത്. അതായത് നമ്മുടെ നോർത്തേൺ അയർലൻഡിൻ്റെ ഒരേ ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. അത് കാണാൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം ഇവിടെ ഇപ്പം നമ്മൾ പാർക്കിംഗ് ഒക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഫാമിലി ആയിട്ട് നല്ല ഭംഗിയുള്ള വഴിയോര കാഴ്ചകളൊക്കെ കണ്ട് ജിയാൻ കോസ്വേയിലേക്ക് പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇപ്പോൾ ഏകദേശം നമ്മൾ കോസ്റ്റിനടുത്ത് എത്താനായി. രണ്ട് സൈഡിലും അതിമനോഹരമായ കാഴ്ചകളാണ്, രക്ഷയില്ല. തീരത്തോട് അടുക്കാനാകുമ്പോഴത്തേക്കും ചെറിയ തണുപ്പ് ഇങ്ങനെ കൂടുതലായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പം നമ്മൾ വരുന്ന വഴിക്ക് ഇവിടെ ഒരു ഹോട്ടലുണ്ട്, കോസ്വേ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട്. നമ്മളിവിടെയാണ് പാർക്ക് ചെയ്തത്. ഇവിടെ പാർക്കിങ്ങിന് ഫുൾ ഡേ 10 pounds ആണ്. ആ പൈസ നമ്മൾ ഈ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചാൽ നമുക്ക് റീഫണ്ട് കിട്ടുകയും ചെയ്യും. ഇതാണ് ഏറ്റവും ബെസ്റ്റ് കോസ്വേ കാണാനുള്ള പാർക്കിംഗ് സൈറ്റ്. അപ്പോൾ നിങ്ങൾ കോസ്വേ ഒക്കെ കാണാൻ വരുന്നുണ്ടെങ്കിൽ നോർത്തേൺ അയർലൻഡിലുള്ളവരൊക്കെ ഈ ഹോട്ടൽ ലൊക്കേഷൻ ഇട്ട് വന്ന് പാർക്ക് ചെയ്താൽ മതി. പക്ഷേ ഇവിടെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ഓഫീസും ഉണ്ട്. നമ്മൾ ആ ഓഫീസിൻ്റെ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്യാൻ പോവുകയാണെങ്കിൽ അവർ പെർ പേഴ്സണ് എൻട്രി ഫീസ് അടക്കം 13.5 pounds മേടിക്കും. അപ്പോൾ അത് നമുക്ക് ഭയങ്കര നഷ്ടമാണ്. നമുക്ക് റിട്ടേൺ ഒന്നും കിട്ടുകയില്ല. അതിൻ്റെ ആവശ്യമില്ല. ആക്ച്വലി ഇത് വിസിറ്റ് ചെയ്യാൻ ഫ്രീ ആണ്. പക്ഷേ നമ്മൾ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻറ്ററിൻ്റെ പാർക്കിങ്ങിൽ പോവുകയാണെങ്കിൽ അവർ പെർ ഹെഡ് 13.5 pound മേടിക്കും. അപ്പോൾ ഇത് കാണാൻ വരുന്നവരെ ശ്രദ്ധിക്കുക. ഈ കോസ്വേ ഹോട്ടൽ ഇട്ടിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇഷ്ടംപോലെ പാർക്കിംഗ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആ 10 pounds വേണമെങ്കിൽ റീഫണ്ട് കിട്ടും. നമ്മൾ ഈ ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും ഫുഡ് കഴിച്ചാൽ മതി. അപ്പോൾ നമ്മൾ കോസ്വേയിലേക്ക് പോകാൻ വേണ്ടി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇഷാരേനെ പ്രാമിൽ കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ പ്രാം കൊണ്ടുവന്നിട്ടുണ്ട്. എടുത്തുകൊണ്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. അത്യാവശ്യം നടക്കാനുണ്ട്, പക്ഷേ ഇത് പ്രാം ഫ്രണ്ട്ലിയാണ്. നമ്മളെ ടാർ ചെയ്ത റോഡാണ് അങ്ങ് വരെ വാക്കുവേ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ പ്രാം ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിള്ളേരെ കൊണ്ടൊക്കെ ഫാമിലിയായിട്ട് വരുന്നവരൊക്കെ പ്രാം എടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്ക് പ്രാം ഉപയോഗിച്ച് കുറേ ദൂരം യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഓൾ സെറ്റ് ഗോ. ഇഷാര എന്തോ ഒരു ഭാഗ്യത്തിന് ഇങ്ങനെ അടങ്ങിയിരിക്കുന്നുണ്ട്. പുതിയ കാഴ്ചകളൊക്കെ കാണുന്നതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ അവൾ ഒരൊറ്റ ഓട്ടമാണ് ഇവിടെ നിന്ന് എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. തീരത്തോടെ ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു അടുത്തോട്ട് എടുക്കുമ്പോഴത്തേക്ക് നല്ല തണുപ്പുണ്ട് കേട്ടോ. പക്ഷേ ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റായിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതുപോലെ തന്നെ ബെൽഫാസ്റ്റിൽ നിന്ന് ബസ്സിനും ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ കാണാൻ പറ്റുന്നുണ്ട്. പാക്കേജൊക്കെ എടുത്തിട്ട് വരുന്നവർക്ക് അങ്ങനെയാണെങ്കിലും ഇങ്ങോട്ടേക്ക് വരാൻ പറ്റും. ശരേ എവിടെ പോവാ? എവിടെ പോവാ? ഹലോ. അപ്പോൾ നമ്മളിപ്പം ജയൻറ്റ് കോസ്വേയിലേക്ക് പോയിട്ടുണ്ട്. നല്ലൊരു ബ്യൂട്ടിഫുൾ എന്താ പറയുക വാക്കാണ് കേട്ടോ. ഒരു രക്ഷയില്ല കാണാൻ വേണ്ടിയിട്ട്. ഒരു സൈഡ് സീ, അപ്പുറത്തെ സൈഡ് വലിയ കുന്നുകൾ. ഭയങ്കര രസമാണ് അല്ലേ? വല്ലാത്ത ഫീൽ തന്നെ. നല്ല തണുപ്പുണ്ട് കേട്ടോ. അതെ, ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹെവി റെയിൻ ആയിരുന്നു ഇന്നലെ. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോയി. എന്നിട്ട് ഞങ്ങൾ ഇന്ന് രാവിലെ ക്ലൈമറ്റ് ഒക്കെ നോക്കി ഇറങ്ങി. ശരിക്കും പറഞ്ഞാൽ മഴയില്ല, എന്നാൽ പോലും വലിയ കുഴപ്പമില്ലാത്ത ക്ലൈമറ്റ് അല്ലേ. അത്ര ചൂട് അങ്ങനെ ഇല്ല, പക്ഷെ അത് ബെറ്ററാണ്. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം നടന്ന് നമ്മുടെ സ്പോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ബ്ലൂ ട്രെയിൽ. നമ്മൾ അങ്ങ് ദൂരെ നടന്നു വന്നതാണ്. അപ്പം നമ്മൾ കാണാൻ വന്ന സ്ഥലത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ കാണുന്നത് മുഴുവൻ ഇതുപോലെ ഇങ്ങനെ ഹെക്സഗണൽ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത പോലെയുള്ള കല്ലുകളാണ്. പക്ഷേ ഇതൊക്കെ നാച്ചുറലായിട്ട് ഇവിടെ ഫോം ചെയ്തതാണ്. മില്യൺ കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വോൾക്കാനിക് ആക്ടിവിറ്റിയിലൂടെ ഉണ്ടായതാണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ ഇത് കാണാൻ വേണ്ടി ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അല്ലേ? അങ്ങോട്ടൊക്കെ നോക്കി ആൾക്കാരൊക്കെ
ഇവിടെ ചെറിയൊരു ഫോട്ടോഷൂട്ട് നടക്കുകയാണ് കേട്ടോ. അനിയൻ ചേട്ടന് ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണ് പല പല ആംഗിളിലും പല പല രീതികളിലൊക്കെ. ഇവിടെ പല പല ടൈപ്പിലുള്ള കല്ലുകളുണ്ട്. നല്ല ഹൈറ്റ് ഉള്ളതുണ്ട്, അല്ലാത്തതുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്. വീഡിയോയിൽ അത് എത്രത്തോളം വന്നിട്ടുണ്ടെന്നുള്ളത് അറിയില്ല, പക്ഷേ ശരിക്കും പറഞ്ഞാൽ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. കല്ലുകളൊക്കെ ആണെങ്കിൽ ശരിക്കും വിശ്വസിക്കാൻ നല്ല ബുദ്ധിമുട്ട് തോന്നും. ഇങ്ങനെ പക്കയായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചതുപോലെയാണ് ശരിക്കും പറഞ്ഞാൽ ഇരിക്കുന്നത്. നല്ല തെന്നലുണ്ട് നടക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇവിടെ ആയാലും വരുന്നുണ്ടെങ്കിൽ നല്ല ഗ്രിപ്പുള്ള ഷൂസ് ഇട്ടിട്ടായിരുന്നു, വാട്ടർ പ്രൂഫ് ആയിട്ടുള്ളത്. ഞാൻ സാധാരണ ഒരു സ്നീക്കർ ഇട്ടേക്കണേ, അതുകൊണ്ട് എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. ഇത് ഏകദേശം 40,000 പാറക്കല്ലുകൾ ഇങ്ങനെ ഹെക്സഗണൽ ഷേപ്പിൽ ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നതാണ് പറയപ്പെടുന്നത്. പക്ഷെ നമുക്ക് നേരിട്ട് കാണുമ്പം അതിൽ കൂടുതലുള്ള പോലെ തോന്നുന്നുണ്ട്. കാരണം ഒരു ഏരിയ മൊത്തം ഇങ്ങനെയാണ്, പല ഷേപ്പിൽ ഇങ്ങനെ കല്ലിങ്ങനെ അടുക്കി വെച്ചേക്കുക. വിശ്വസിക്കാൻ തന്നെ പ്രയാസമാണ്. ഇപ്പം തറയിലൊക്കെ കാണുന്നതാണെങ്കിൽ ഇങ്ങനെ ഇൻ്റർലോക്കൊക്കെ ചെയ്യത്തില്ല, അതുപോലെ അത്രയും പെർഫെക്ഷനിലാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് നോർത്തേൺ അയർലൻഡിലെ ഒരേ ഒരു യുനെസ്കോ ഹെറിറ്റേജ് സ്പോട്ടായ ഗൈൻ കോസ്വേ ആണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ വർഷങ്ങൾ കൊണ്ടുള്ള, അത് വർഷങ്ങൾ മില്യൺസ് ഓഫ് ഇയേഴ്സിൻ്റെ വോൾക്കാനിക് ആക്ടിവിറ്റി മൂലം നമ്മുടെ ഈ പാറകളൊക്കെ ഹെക്സഗണൽ ഷേപ്പിൽ ഭയങ്കര എന്താ പറയുക നല്ല ഭംഗിയുള്ള ഷേപ്പായിട്ട് ഇങ്ങനെ രൂപപ്പെട്ടേക്കുമാണ്. അപ്പോൾ അതിങ്ങനെ അടുക്കി വെച്ചേക്കുന്ന പോലെയാണ്. ശരിക്കും പറഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ നോർത്തേൺ അയർലൻഡ് വിസിറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഉറപ്പായിട്ടും മിസ് ചെയ്തിരിക്കേണ്ട ഒരു സ്പോട്ടാണിത്. അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോവാണ് കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇതാ ഒരുപാട് പേര് ഇങ്ങോട്ടേക്ക് വരുന്ന കാണാം. ഗ്രൂപ്പുകളായിട്ട് ഒരുപാട് പേര് സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ് ഇത് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ടിക്കറ്റ് പ്രൈസ്. 14 പൗണ്ടാണ് അഡൽട്ടിന് വരുന്നത് ഇവരുടെ കാർ പാർക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. പക്ഷേ ഈ കോസ്വേ കാണാനുള്ളത് ഫ്രീ ആണ്. പക്ഷേ നമ്മൾ ഇവരുടെ കാർ പാർക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാലാണ് ഈ പൈസ ആവുന്നത്. നമുക്ക് ഓഡിയോ ഗൈഡൊക്കെ ഉണ്ടാവും, എന്നിരുന്നാലും അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് വെറുതെ നടന്ന് കാണാവുന്നതേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഹോട്ടൽ. പക്ഷേ ഇതിൻ്റെ ഇൻ്റർലോക്ക് നോക്കിക്കേ, നമ്മുടെ കോസ്വേയുടെ പോലെ തന്നെ ഹെക്സഗണൽ ഷേപ്പിൽ നല്ല രസമുണ്ട്. അങ്ങനെ നടന്ന് ഞങ്ങൾക്ക് ലാസ്റ്റ് വിശപ്പിൻ്റെ വിളി വന്നു. അപ്പോൾ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് കോസ്വേ ഹോട്ടലിലേക്ക് വന്നേക്കുവാണ്. അപ്പം എന്താ ഓർഡർ ചെയ്യുന്നതൊക്കെ ആലോചിച്ചിരുന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അങ്ങനെ ഞങ്ങൾ ഓർഡറൊക്കെ ചെയ്തു. ഫൈനലി ഇതാ നമ്മുടെ സംഭവങ്ങൾ എത്തിപ്പോയി. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ, നമുക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പാർക്ക് ചെയ്ത കോസ്വേ ഹോട്ടലിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ പാർക്ക് ചെയ്യുമ്പോൾ കൊടുത്ത 10 പൗണ്ട് നമ്മളിവിടെ നിന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്കത് ക്ലെയിം ചെയ്യാം, നമ്മുടെ ബില്ലിൽ ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ നമുക്ക് പാർക്ക് ചെയ്യാൻ ഏറ്റവും നല്ല ഓപ്ഷൻ ഇവിടെ തന്നെയാണ്. കാരണം പാർക്കിംഗ് ഫീ നമ്മളിവിടെ ഫുഡ് കഴിച്ചാൽ കിട്ടും. പിന്നെ പാർക്കിങ്ങിന് നമുക്ക് 10 പൗണ്ട്സേ ആവുന്നുള്ളൂ. അതല്ല നമ്മുടെ വിസിറ്റർ സെൻറ്റർ ആണെങ്കിൽ പെർ പേഴ്സൺ ഏതാണ്ട് 14 പൗണ്ട്സ് ആണ് ഞാനിപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ വരുന്നത്. അപ്പം അവരത്ര ആഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ കോസ്വേ കാണാൻ വരുന്നവർക്ക് കോസ്വേ ഹോട്ടലിൽ ലൊക്കേഷൻ ഇട്ട് വരിക, ഇവിടെ പാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ജൈൻ കോസ്റ്റോയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഇങ്ങനെയുള്ള വീഡിയോകൾ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു അണ്ടിൽ നെക്സ്റ്റ് വൺ.